നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്ന ദിവസമാണ് ഇന്ന്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തള്ളിയിരിക്കുന്നു കോടതി. ബോണ്ടുകൾ 5 അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു. ഡൽഹിയിൽ കർഷകരുടെ സമരം 3-ാം ദിവസവും തുടരുകയാണ്. കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിലേക്ക് വന്നാൽ ഡേ കെയറുകൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യമുയർത്തുന്ന സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളായണിയിൽ നഴ്സറി സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്ന 2 വയസ്സുകാരൻ ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിച്ചു. വില വർധനയിൽ സഭ സ്തംഭിച്ചു. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. അങ്ങനെ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സംഭവിച്ചതിലേക്ക്. സംഭാവന ഇനി രഹസ്യമല്ല. ഇലക്ടറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായ ദിവസമാണ് ഇന്ന്. ഇലക്ടറൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി റദ്ദാക്കി. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ടെന്നും കോടതി കണ്ടെത്തി. 5 അംഗ ബെഞ്ച് 2 വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചു. The Supreme Court has struck down the electoral bond scheme, comprehensively struck it down, and all the provisions that were made to bring it into effect in the Income Tax Act, in the Companies Act, etc., everything has been struck down. The State Bank of India to furnish complete information about who purchased the bonds, who encashed the bonds, and all this information will have to be submitted to the Election Commission, who will have to display it on a public website so that the people come to know who purchased the bonds and who contributed by way of electoral bonds to which political party. ഇലക്ടറൽ ബോണ്ടിനെതിരായ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് CPIM. വിധി ചരിത്രപരമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court along with others, and that this will have a long-standing impact on the steps to be taken. So that route has also been stopped, and that is also a welcome measure. So we think overall this has been a historic verdict by the Supreme Court bench. ഇലക്ടറൽ ബോണ്ടിനെതിരെ നിയമ പോരാട്ടം നടത്തിയത് CPIM ആണെന്നും പാർട്ടി CPIM നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതി നയങ്ങളുടെ മറ്റൊരു തെളിവാണ് ഇലക്ടറൽ ബോണ്ട് നൽകാനുള്ള തീരുമാനമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കൈക്കൂലിയും കമ്മീഷനും വാങ്ങുന്നതിനുള്ള മാധ്യമമായി BJP ഇലക്ടറൽ ബോണ്ടുകൾ ഉപയോഗിച്ചുവെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഇലക്ടറൽ ബോണ്ടുകൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നല്ലോ കോടതി ചെയ്തത്. ഇതിൽ ഈ വിവരാവകാശ നിയമത്തിന് ലംഘനമുണ്ട്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിധിയിൽ പരാമർശിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന് പ്രകടമായും ഒരു കനത്ത ആഘാതമല്ലേ? സുപ്രീം കോടതി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടും നടപടിക്രമവുമായി ബന്ധപ്പെട്ടും ഒരു വിധത്തിലുള്ള മുൻവിധിയോടും കൂടിയല്ല സുപ്രീം കോടതി ഈ വിഷയത്തെ സമീപിച്ചത്. ലെജിസ്ലേച്ചർ ഓൾവേസ് റൈറ്റ് എന്ന തത്വം അനുസരിച്ചുകൊണ്ട് ഉള്ള പരിശോധനയാണ് കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴും ഭരണഘടനാപരമായിട്ടുള്ള സാധുത ഈ നിയമം അഥവാ ഈ നടപടി അത് അർഹിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് അടിസ്ഥാനമായിട്ട് മാറ്റം വരുത്തിയിട്ടുള്ള കമ്പനി നിയമം അടക്കമുള്ള കാര്യങ്ങൾ, അഥവാ റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവ, കോൺട്രാക്ട് ആക്ടിലെ ഭാഗങ്ങൾ, ഇവയെല്ലാം അടക്കമുള്ളവ സാധാരണഗതിയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു നിയമനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളതല്ല. ഒപ്പം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള
നിർദ്ദേശങ്ങളായി മാറുന്നു. പൗരന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശം അഥവാ വോട്ടറിന്റെ ഏറ്റവും വിലപ്പെട്ട അവകാശം, അറിയാനുള്ള അവകാശം, അത് സംരക്ഷിക്കാൻ പോലും ഈ നിയമം പരാജയപ്പെട്ടിരിക്കുന്നു, ഈ നടപടിക്രമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജനാധിപത്യത്തെ അസന്തുഷ്ടിപ്പെടുത്തുന്ന ഈ നടപടിക്രമങ്ങൾ, അതാണ് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. പൗരന് വിവരങ്ങൾ അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. കള്ളപ്പണം അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള സ്വകാര്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ നിഷേധിക്കാൻ, അറിയേണ്ട വിവരങ്ങൾ നിഷേധിക്കാനായിട്ടുള്ള അവകാശം ഭരണകൂടത്തിന് ഇല്ല. അതിനു വേണ്ടിയിട്ടുള്ള രാധാകൃഷ്ണൻ, അതായത് കള്ളപ്പണം തടയാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ എന്ന പേരിൽ വിവരാവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായ ഒരു തീരുമാനം പറഞ്ഞുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ നിലനിൽക്കില്ല എന്ന് കോടതി വിധിച്ചത്, അല്ലേ? തീർച്ചയായിട്ടുമാണ് ഗോപി. വിവരാവകാശത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന, ഗോപിക്കറിയാവുന്ന പോലെ ഈ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ പരിധിയിൽ വരണമോ വേണ്ടയോ എന്ന വിഷയം സുപ്രീം കോടതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ഭരണഘടന ആ വിഷയം സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കേസിലുള്ള നിലപാടെടുത്തിരിക്കുന്ന. രാഷ്ട്രീയ പാർട്ടികൾ സുതാര്യമായിരിക്കണം, പണം അവർക്ക് നൽകുന്നവർ ആ പാർട്ടിയുടെ അടക്കം സ്വാധീന ശക്തികളായിട്ട് മാറരുത്, ആർക്കാണ് പണം നൽകിയത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് തുടങ്ങിയിട്ടുള്ളവയാണ് സുപ്രീം കോടതി. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അതായത് അനോണിമിറ്റി, ആരാണ് പണം നൽകിയത് എന്ന കാര്യത്തിൽ ഈ അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാട് കേന്ദ്ര സർക്കാരും, കാര്യങ്ങൾ സുതാര്യമായിരിക്കണമെന്നൊരു നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചു. അങ്ങനെ ഇതേ വിഷയത്തിൽ 2 തട്ടിൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടുമാണ് ഗോപി. മാത്രമല്ല, റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഈ നിയമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അഥവാ ഈ നടപടിക്രമത്തിന് അനുകൂലമായിട്ടുള്ള സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വിവരങ്ങൾ നൽകുന്നില്ല, വന്ന സോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ സംഭരിക്കുന്നില്ല, ആ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നില്ല. അങ്ങനെ വരുമ്പോഴും ഇത് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിനെയാണ് സുപ്രീം കോടതി ഇന്ന് രൂക്ഷമായ ഭാഷയിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിരിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയ SBIക്ക് ഇക്കാര്യത്തിൽ എന്ത് നിർദ്ദേശമാണ് കോടതി നൽകിയത്? ഇലക്ട്രൽ ബോണ്ടുകൾ കാലാവധി കഴിഞ്ഞവയുടെ പണം തിരികെ അതാത് ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടോ? 6 മാസ കാലയളവിലുള്ള ഇലക്ടറൽ ബോണ്ടുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൈവശം ഇനി എൻകാഷ് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ അത് മടക്കി നൽകണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കി നൽകുന്ന ബോണ്ടുകൾ അത് ആരാണ് നൽകിയത്, അതിന് പണം നൽകിയത് ആരാണ്, അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ആ തുക മടക്കി നൽകണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, നൽകിയ പണം, രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയ പണം, ബോണ്ട് എത്ര ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക വെബ്സൈറ്റിൽ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകണം. അതനുസരിച്ച് മാർച്ച് 13 മുൻപ് ഇത് പ്രസിദ്ധീകരിക്കണം എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഈ വിധിയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം അതിഥിയായി സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ വൈകുന്നേരം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്? ജനാധിപത്യത്തിലെ സുതാര്യത ഉറപ്പുവരുത്താൻ ആർക്കൊക്കെയാണ്, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഏതൊക്കെ കമ്പനികളാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്നത്, അത് എത്ര പണമാണ് അവരുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്കൊരു അവകാശം ഉണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അറിയാനുള്ള അവകാശം ഭരണഘടനയുടെ ഭാഗമായിട്ട് സുപ്രീം കോടതി തന്നെയാണ് ആദ്യമേ പറഞ്ഞത്. വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനയിൽ നിന്ന് തന്നെ വരുന്ന ഒരു അവകാശമാണ്. അത് ആർട്ടിക്കിൾ 19(1)A എന്നാണ് ഇന്ന് പറഞ്ഞത്. അതിൽ വരുന്നൊരു അവകാശമാണ്. നേരത്തെ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര്, അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ അറിയാനുള്ള ഓർഡർ സുപ്രീം കോടതിയാണ് ഇട്ടത്. അതേ ഒരു അവകാശത്തിന്റെ ബലത്തിലാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇലക്ഷൻ നടത്തുമ്പോൾ പാർട്ടികൾക്ക് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് അറിയാം. കാരണം ഈ ക്വിഡ് പ്രോക്കോ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പണം കൊടുക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കാം. പ്രത്യേകിച്ച് കമ്പനികളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഭീമമായിട്ടുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോളിസി അവരുടെ അനുകൂലമായിട്ടൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്.
ഇത് ആരാണ് കൊടുത്തത്, എവിടെ നിന്നാണ് പണം വരുന്നത് എന്നറിയില്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഇത് ജനങ്ങൾക്കറിയാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്, സുതാര്യതയുടെ ഭാഗമാണ്, ജനാധിപത്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഭരണഘടനയിൽ നിന്ന് വരുന്ന അവകാശമാണ്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ 3 നിയമങ്ങൾക്കകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ആരാണ് എടുത്തത്, എത്രയാണ് കൊടുത്തതെന്നൊന്നും അറിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ആ സ്കീം മുഴുവനായിട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം 5 അംഗ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാരും യുനാനിമസ് ആയിട്ടാണ് ഇത് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയൊക്കെ അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നു. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏത് പാർട്ടികൾക്ക് എത്ര കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ജനങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇത് അതായത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ വൻകിട കോർപ്പറേറ്റുകൾ, വലിയ കമ്പനികൾ, അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകത്തിൽ സർക്കാരിന്റെ നയങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നല്ലോ ഇതുവരെ ഇതിന്റെ ഒരു അനോണിമിറ്റി, ഇതാരാണ് പണം നൽകിയത്, എത്ര പണം നൽകി എന്ന കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിലൂടെ ഉണ്ടാകാൻ ഇടയുണ്ടായത്. ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയിരിക്കുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും വിധിന്യായത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കമ്പനി ആക്ടിനകത്തുണ്ടായിരുന്ന ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 7.5% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന നിയമസ്ഥിതി അനുസരിച്ച്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും സുപ്രീം കോടതി പറഞ്ഞു. ഇതിനകത്ത് അതിനൊരു റീസൺ ഉണ്ട് ഇങ്ങനെ ഒരു ലിമിറ്റ് വെക്കുന്നതിന്. ഇപ്പോൾ ലോസിൽ നടത്തിക്കൊണ്ട് പോകുന്നൊരു കമ്പനി നഷ്ടത്തിലാണ്, പക്ഷെ എന്നിട്ടും രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം കാണും. അപ്പോൾ ആ ഒരു കാരണമൊന്നും കാണാതെ, അതുകൊണ്ടാണ് അത് തടഞ്ഞുകൊണ്ട് നേരത്തെ നിയമം ഉണ്ടായിരുന്നത്. അതൊക്കെ എടുത്തു കളഞ്ഞതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കള്ളപ്പണത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അതിൽ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കണം. അതായത് അത് തടയാൻ കൊണ്ടുവരുന്ന മാർഗം മൗലികാവകാശങ്ങളെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാത്രമേ ധ്വംസിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് ഇപ്പോൾ ഈ പണം തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ, അതായത് ഈ ബോണ്ടിൽ പണം കൊടുത്ത ആളുകൾക്ക് പണം തിരികെ എത്തിക്കണം എന്നാണോ കോടതി പറഞ്ഞിരിക്കുന്നത്, അതോ അതിൻ്റെ കാലാവധി പൂർത്തിയാകാത്ത അല്ലെങ്കിൽ എൻകാഷ് ചെയ്യാത്ത പണം തിരികെ ഈ അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കണം എന്നാണോ കോടതി ഉദ്ദേശിച്ചത്? 4 ഡയറക്ഷൻ കൊടുത്തതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് അത് പാർട്ടികൾക്ക് കൊടുക്കണം, എൻകാഷ് ചെയ്യണം. എൻകാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പ്രൈം മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടിലേക്ക് പോകും ആ പണം. അത് അങ്ങനെ 15 ദിവസത്തിനകത്തുള്ള ഏതെങ്കിലും ഇലക്ട്രൽ ബോണ്ട് എൻകാഷ് ചെയ്യാതെ ഇരിപ്പുണ്ടെങ്കിൽ അത് തിരിച്ച് ഈ എടുത്ത ആൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതുവരെ ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് എടുത്തതെന്നും അവരുടെ കംപ്ലീറ്റ് വിവരങ്ങൾ, അത് ഏതൊക്കെ പാർട്ടികൾ വന്നിട്ടാണ് ഇത് എൻകാഷ് ചെയ്തതെന്നുള്ള വിവരങ്ങൾ SBIയുടെ കയ്യിലുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം 3-ാം തീയതിക്കകത്ത്. ഇലക്ഷൻ കമ്മീഷൻ ഈ വിവരങ്ങൾ മുഴുവൻ 13-ാം തീയതിക്കകത്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഈ വിവരങ്ങളെല്ലാം അടുത്ത ജനറൽ ഇലക്ഷന് മുമ്പ് തന്നെ ജനസമക്ഷം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റും. എല്ലാം കണ്ടും കേട്ടും കൊണ്ട് വേണമെങ്കിൽ ഓരോ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് തീരുമാനം എടുക്കാൻ കഴിയും. അതാണ് ഇതിന്റെ പ്രാധാന്യം. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകനാണ്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മളോട് വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ബാങ്കിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും ഒന്നും തന്നെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനേക്കാൾ വലുതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം വെള്ളായണിയിൽ നഴ്സറി സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്ന് 2 വയസ്സുകാരൻ. വിജനമായ റോഡിലൂടെ 1.5 കിലോമീറ്ററാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് നടന്നത്. സംഭവത്തിൽ നേമം പോലീസും ചൈൽഡ് ലൈനും കേസെടുത്തിട്ടുണ്ട്. കാക്കാമൂല സോർഹിൽ നഴ്സറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. സ്കൂളിലെ 30 വിദ്യാർത്ഥികളെയും ആയയെ ഏൽപ്പിച്ച് 3 അധ്യാപകർ സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോയ സമയത്താണ് കുട്ടി റോഡിലേക്ക് ഇറങ്ങിപ്പോയത്. സ്കൂളിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചപ്പോഴാണ് അധികൃതർ കുട്ടിയെ കാണാതായ വിവരം പോലും അറിയുന്നതെന്ന് വീട്ടുകാർ കുറ്റപ്പെടുത്തി.
അതിൽ ഡേ കെയറുകാർക്ക് അബദ്ധം പറ്റി. കാരണം അവർ 4 പേരുണ്ടായിരുന്ന സമയത്ത് 3 പേര് കല്യാണത്തിന് പോയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ വേറെ കുഞ്ഞുങ്ങൾ എന്തോ ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞ് ഇറങ്ങിപ്പോയത് എന്നാണ് അവർ പറയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. അത് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ആ ടീച്ചേഴ്സിനെ മാറ്റി ബാക്കിയുള്ളവർ നടത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് അവർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സംഭവം അങ്ങേയറ്റം ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡേ കെയറിൽ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം അവിടെ ഇരിക്കേണ്ട അധ്യാപകർ അയൽ വീട്ടിൽ കല്യാണ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് 2 വയസ്സുകാരനായ കുഞ്ഞ് തനിച്ച് റോഡിലേക്ക് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത്. ഈ ഗുരുതരമായ വീഴ്ചയിൽ ആളുകൾ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ്. ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അവരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. കൊച്ചുകുട്ടിയല്ലേ, അപ്പോഴത്തേക്ക് നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണമായിരുന്നു, കുഞ്ഞിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. കാരണം 1.5 വയസ്സായ കുഞ്ഞല്ലേ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ മിസ്റ്റേക്കാണ്, അപ്പോൾ അവരുടെ വീഴ്ചയല്ലേ, അവർ നന്നായിട്ട് നോക്കണം. കുട്ടികൾ പോകുമ്പോൾ അത് സ്കൂളിൽ ഉള്ള ഉത്തരവാദിത്തമാണ്. അവരെ നമ്മൾ അമ്മയും അച്ഛനും വിടണത് സ്കൂളിൽ വിടണം. അതിപ്പോൾ നമുക്ക് ആ കുട്ടിയെ വീട്ടിൽ എത്തണവരെ അവരെ ഉത്തരവാദിത്തമാണ്. അത് ഭയങ്കര കർശന നടപടി എടുക്കണം. കുട്ടി ആരും കാണാതെ പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ വീട്ടിൽ പോകണം, പേരൻസിനെ കാണണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും. പക്ഷേ ടീച്ചറെ കണ്ടാണെങ്കിൽ ടീച്ചർ തന്നെയാണ് അതിൻ്റെ റെപ്യൂട്ടേഷൻ. അത് ശരിയായ പ്രവണതയല്ല, അതിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കുട്ടികളെ ശ്രദ്ധിക്കേണ്ടടുത്ത് കുട്ടികളെ ശ്രദ്ധിക്കണം. ഒരു നടപടി വേണം, അത്രയും. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാറുണ്ട്. ജയശങ്കർ, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സ്കൂളിനെതിരെ അധികൃതർക്കെതിരെ നടപടി വേണം. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? അവരുടെ നിരുത്തരവാദപരമായ, അവരുടെ തികച്ചും അശ്രദ്ധയും നിരുത്തരവാദിത്വമാണ് ഇതിലൂടെ പ്രകടമായിരിക്കുന്നത് എന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്. രോഷാകുലരായിട്ടൊക്കെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ജയശങ്കർ, ഈ സംഭവത്തിൽ ഈ സ്കൂൾ കിൻഡർ ഗാർട്ടനെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവർ നൽകുന്ന വിശദീകരണം? അതായത് ഗോപികൃഷ്ണൻ, സ്കൂളിനെതിരെ ഇതുവരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട 2 ജീവനക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ഒരാൾക്ക് താക്കീത് നൽകിയിട്ടുമുണ്ട് എന്നാണ്. പക്ഷേ ഇതൊരു ന്യായമായ നടപടിയായി തോന്നുന്നില്ല. കാരണം 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. 1.5 കിലോമീറ്ററാണ് ഈ കുട്ടി ഓടിപ്പോകുന്നത്. അതും ഒരു നാട്ടിൻപുറം പ്രദേശമാണ്, ഒരുപാട് അപകട സാധ്യതകളുള്ള സ്ഥലമാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഈ കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോകുന്നത്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടി എടുത്തു എന്ന് പറയുമ്പോഴും അത് തൃപ്തികരമല്ല എന്ന് തന്നെയാണ് പൊതുവിൽ നാട്ടുകാരുടെ എല്ലാം അഭിപ്രായം. ഇവർക്ക് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പ്രാദേശിക ഭരണകൂടമാണ് നടപടി എടുക്കേണ്ടത്. പ്രാദേശിക ഭരണകൂടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതൊരു വാർത്തയായി പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങൾ ഈ കുട്ടിയുടെ മാതാവ് തന്നെയാണ് പുറത്തുവിടുന്നത്, ബന്ധുക്കൾ തന്നെയാണ് പുറത്തുവിടുന്നത്. അതിനുശേഷമാണ് ഇത് വലിയ വാർത്തയാകുന്നത്, ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഗുരുതരമായൊരു വീഴ്ചയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ സ്ഥാപനത്തിലെ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകർ അടുത്തൊരു കല്യാണത്തിന് പോവുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ മാതാപിതാക്കൾ പറഞ്ഞത്, വീട്ടുകാരെന്താണ് പറഞ്ഞത്? മാതാപിതാക്കളുടെ ആവശ്യം ഈ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ അവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ശിശുക്ഷേമ സമിതി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ പരാതിയിലല്ല കേസ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചൈൽഡ് ലൈൻ്റെ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടരും. വരും ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിലെത്തി തന്നെ അവർ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം തേടുമെന്നാണ് നമ്മൾ അറിയുന്നത്. നിയമം പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR എടുത്തിട്ടുണ്ട്. അത് മാതാപിതാക്കളുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. നടപടി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നതിന്റെ വിവരങ്ങളുണ്ടോ ജയശങ്കർ നമ്മുടെ പക്കൽ? ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിരുത്തരവാദിത്തപരമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ കേസെടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ജാഗ്രത കുറവുണ്ടായി. ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ തക്ക നടപടി വേണമെന്നുള്ളത് തന്നെയാണ്. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഈ വൈകുന്നേരം അഡ്വക്കേറ്റ് നസീർ ചാലിയമുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ മുൻ ചെയർമാൻ ആയിരുന്നു അഡ്വക്കേറ്റ് നസീർ ചാലിയം. അഡ്വക്കേറ്റ് നസീർ ചാലിയം, ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഡേ കെയറിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക?
ഈ സംഭവം പരിശോധിക്കുമ്പോൾ ഡേ കെയർ അധികാരികളുടെ ഭാഗത്ത് വളരെ ഒരു നെഗ്ലിജൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തി അല്ലെങ്കിൽ ഏറ്റെടുത്ത സ്ഥാപനം അത് വേണ്ട രീതിയിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടികളെ അബാൻഡൻ ചെയ്യുന്നതിന് തുല്യമാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ 2015 ദി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ടിലെ 75-ാം വകുപ്പ് പ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ആ ഡേ കെയർ അധികാരികൾക്കെതിരെ എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത്. കാരണം കുട്ടികളുടെ ചുമതലയുള്ള ആൾ, ഒരു കുട്ടിയുടെ സംരക്ഷണം ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുട്ടികളെ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കാതിരിക്കുക എന്നുള്ളത് കുട്ടികളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യുന്നതിന് തുല്യമായി പരിഗണിച്ചുകൊണ്ട് 75-ാം വകുപ്പ് ബാലനീതി നിയമത്തിലെ 75-ാം വകുപ്പ് പ്രകാരം ആ ഡേ കെയർ അധികൃതർക്കെതിരെ, അതിൽ കുട്ടി ഉപേക്ഷ വരുത്തിയവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടുന്ന ഒരു നടപടി. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ ഡേ കെയറുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ്. നിരവധി ശുപാർശകൾ ഇത് സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. അപ്പൊ ഇന്ന് ഒരു ഡേ കെയർ നടത്താൻ പഞ്ചായത്ത് രാജ് ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആക്ട് പോലെയുള്ള നിയമങ്ങളിൽ പറയുന്ന ഒരു കേവല ലൈസൻസ് മാത്രം, അതായത് ഒരു ഷോപ്പോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട തുടങ്ങുന്നതിന് വേണ്ടുന്ന ലൈസൻസ് മാത്രമേ ഇപ്പോൾ ഈ ഡേ കെയർ സെന്ററുകൾക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അതിലപ്പുറം ഏറ്റവും വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിന്റെ സംരക്ഷണം, അതിന്റെ സുരക്ഷ, ആ കുട്ടികളുടെ അവർക്ക് ആ കുട്ടികൾക്ക് അവിടെ ഉറപ്പാക്കേണ്ടുന്ന മറ്റ് മാനദണ്ഡങ്ങൾ, ഇതെല്ലാം വ്യക്തമാക്കുന്ന നിരവധി ശുപാർശകൾ ബാലാവകാശ കമ്മീഷനൊക്കെ സർക്കാരിന്റെ പരിഗണനയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഡേ കെയർ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഡേ കെയറിന്റെ നടത്തിപ്പിനായി വിശദമായ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ നിയമ പ്രാബല്യമുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഇപ്പൊ കുട്ടികളെ സംരക്ഷിക്കേണ്ട ആയമാരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം ഇത്ര കുട്ടികൾക്ക് അനുസൃതമായി എത്ര സ്റ്റാഫ് വേണം, ആ കുട്ടികൾക്ക് വേണ്ടുന്ന ഏതെല്ലാം തരത്തിലുള്ള ഫെസിലിറ്റീസ് ഡേ കെയറിൽ ഉൾപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് ഇന്നും ഒരു മാനദണ്ഡം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല എന്നുള്ളത് ഏറ്റവും പരിതാപകരമാണ്. അഡ്വക്കേറ്റ് നസീർ ചാലിയം, താങ്കൾ പറഞ്ഞു വരുന്നത് ബാലാവകാശ കമ്മീഷന് സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ട് കേസെടുക്കാമെന്നല്ലേ? സ്വമേധയാ കേസെടുക്കാം. പക്ഷെ അതിലപ്പുറം ഈ വിഷയത്തിൽ, കാരണം ഇത് ഒരു കേവലം ഒരു സംഭവം മാത്രമായി കാണാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു നിയമ നിർമ്മാണം സർക്കാർ തലത്തിൽ കൊണ്ടുവരണം. കാരണം ഡേ കെയർ നടത്തിപ്പിന് ഇന്ന് ഒരു കൃത്യമായ മാനദണ്ഡങ്ങളില്ല. ആർക്കും ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കേവല ലൈസൻസ് എടുത്തുകൊണ്ട് ഡേ കെയർ ആരംഭിക്കാം. അവിടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനങ്ങളില്ല, അവിടെ ഉള്ള സ്റ്റാഫിന്റെ മാനദണ്ഡമില്ല. ഇത്ര കുട്ടികൾക്ക് ഇപ്പൊ ഇതന്നെ ആ കുട്ടിയെ വേണ്ട രൂപത്തിൽ, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും, ആ കുട്ടിയെ വേണ്ട രൂപത്തിൽ ഒരു അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഇത്ര കുട്ടികൾക്ക് ഇത്ര സ്റ്റാഫ് എന്നുള്ള യാതൊരു മാനദണ്ഡവും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. അപ്പോ നമുക്കറിയാം, ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങുന്നതിന് ആവശ്യമുള്ള ലൈസൻസ് മാത്രമാണ് ഇപ്പോൾ ഡേ കെയർ സെന്റർ തുടങ്ങുന്നതിനും ആവശ്യമുള്ളത്. അതിലപ്പുറം ഒരു വിശദമായ മാനദണ്ഡങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് നിന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഒരു ശ്രദ്ധ ചെലുത്തി ഒരു നിയമനിർമ്മാണം പുറപ്പെടുവിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഗൈഡ് ലൈൻ എങ്കിലും അതേ സംബന്ധിച്ച് പുറപ്പെടുവിക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നിയമനിർമ്മാണമുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായി ഇതിന്റെ സംരക്ഷണം, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വിശദമായ മാനദണ്ഡങ്ങൾ അടക്കമുള്ള ഗൈഡ് ലൈനോടുകൂടി ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അഡ്വക്കേറ്റ് നസീർ ചാലിയം, ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാനാണ് നമ്മളോട് സംസാരിച്ചത്. ഈ കേവലമായ ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഡേ കെയറുകൾ പ്രവർത്തിക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിശ്ചയിച്ച് നൽകേണ്ടതുണ്ട്. ഇവർക്ക് മതിയായ സൗകര്യങ്ങളുണ്ടോ, അധ്യാപകർക്ക് കൃത്യമായ യോഗ്യതയുണ്ടോ, കുട്ടികൾക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി വേണം ഇവർക്ക് ലൈസൻസ് നൽകാൻ എന്ന അഭിപ്രായം അഡ്വക്കേറ്റ് നസീർ ചാലിയം പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ സ്വമേധയാ ബാലാവകാശ കമ്മീഷന് കേസെടുക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച തുടങ്ങി. ഡൽഹിയിലെ ചർച്ചയിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കേന്ദ്രവുമായുള്ള ചർച്ച പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ പ്രതികരിച്ചു. വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട്
കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ ആമിക്കബിളായിട്ട് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഈ ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം, അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? വലിയ പ്രതീക്ഷയിലാണ് ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിക്കുന്നത് കേട്ടു. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ കേരളം എഴുതി തയ്യാറാക്കിയാണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഗോപികൃഷ്ണൻ, പ്രധാനമായും ഈ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ സ്യൂട്ട് ഹർജി അതിലുന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വരിക. കാരണം ഈ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം അത് കേരളത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം, മറ്റ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരിക. ഇന്ന് രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കിയത് ഇളവുകൾ ആവശ്യപ്പെട്ടല്ല കേരളം ഈ ചർച്ചയുടെ ഭാഗമായി കേന്ദ്രത്തെ സമീപിക്കുന്നത്. പകരം ചില സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ അത് ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നുമാണ് ധനമന്ത്രി പ്രതികരിച്ചത്. എന്തായാലും ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘമായിരിക്കും ഈ ചർച്ചയുടെ ഭാഗമാവുക. ധനമന്ത്രി ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംഘമാണ് ഈ ചർച്ചയുടെ ഭാഗമായി വരുന്നത്. ഈ സാമ്പത്തിക നയത്തിൽ ഇടപെടുന്നതിൽ ചില പരിമിതികൾ ഉണ്ടെന്ന് ധനനയത്തിൽ ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് ബദലായിട്ടാണ് ചർച്ചകളുടെ വഴി സുപ്രീം കോടതി തന്നെ തുറന്നു കൊടുത്തത്. അതിന്റെ ഭാഗമായാണ് ചർച്ചകൾ നടക്കുക. ചർച്ചകളിലെ തീരുമാനം അത് അടുത്ത തവണ തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ മുൻപാകെ അറിയിക്കും. അതനുസരിച്ചായിരിക്കും ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുക. ഗോപികൃഷ്ണൻ. അച്യുതൻ, ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. 6 മണിക്ക് കേരള ഹൗസിൽ ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ വാർത്താ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു പക്ഷേ മന്ത്രി അറിയിച്ചേക്കും. അല്ലാത്ത പക്ഷം ചില ചർച്ചയുടെ രഹസ്യ സ്വഭാവമുള്ള ചർച്ചയാണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ നേരിട്ടായിരിക്കും അയക്കുക. എന്തായാലും പൊതുവായി ഉയരുന്ന കാര്യങ്ങൾ, പ്രതീക്ഷയ്ക്ക് ഭാഗം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉറപ്പായും ഈ 6 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. കേരളം പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയെ കാണുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടങ്ങുന്ന 4-അംഗ സംഘം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ചില ഔദ്യോഗിക തിരക്കുകൾ ഉള്ളത് കാരണം ഈ ചർച്ചയിൽ ഭാഗമാകുന്നില്ല. മറിച്ച് കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ഈ ചർച്ചയിൽ ഉണ്ടാവുക. ചർച്ചയ്ക്ക് ശേഷം 6 മണിക്ക് കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണാം എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നതെന്ന് യൂണിയൻ സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫെഡറൽ ബന്ധത്തെ സഹായകരമാകുന്ന രീതിയിൽ അതിന് യോജിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്നുമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 24നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ആർ അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകരുടെ പ്രതിഷേധം 3-ാം ദിവസവും തുടരുകയാണ്. ഡൽഹി അതിർത്തികളിൽ തമ്പടിച്ചാണ് പ്രതിഷേധം. കർഷകരുമായി കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചർച്ച വൈകിട്ട് അല്പസമയത്തിനകം നടക്കും. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ കർഷകരുടെ തീരുമാനം. शांति से हम आगे जाना चाहते हैं क्योंकि हमारा देश है, हमारी राजधानी है. हमारे यहाँ जो मंगा है, जो किसान आंदोलन हुआ था उसमें मनी हुई मांगे थी और हमारे को विश्वास दिलाया था. अभी 1.5-2 साल हो गया, हमारी मांगों के ऊपर कोई गौर नहीं किया गया. अभी चौना है, चौना दोबारा जितने का ऐलान हो रहा है कि हमने तीसरी बार सरकार बनाना है मोदी सरकार, पर हमारे को केंद्र सरकार ने 2 बार पहले मीटिंगां दी.
उसमें भी कुछ नहीं निकाला। आज हम जरा 13 तारीख इधर बैठे हैं, 13 तारीख से लेकर 2 दिन हो गए, हमारे ऊपर अथरू गैस, गोला गोली सब कुछ फेंक रहे हैं। हमारे सैकड़े से जो लोग हैं जो जख्मी हो गए हैं। ചർച്ചകളിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിഷേധിക്കുന്ന കർഷകരുടെ തീരുമാനം. അതേസമയം തന്നെ ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ റെയിൽ റോഡുകൾ തടയുന്നതടക്കമുള്ള ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനും പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും എന്താണ് നിലവിൽ ശംഭു അതിർത്തിയിലെ സാഹചര്യം എന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുടെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരും. ആദ്യം ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ. നിതിൻ, എന്താണ് ശംഭു അതിർത്തിയിലെ സാഹചര്യം ഇപ്പോൾ? പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരം ശംഭു അതിർത്തിയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ട്. പഞ്ചാബിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ട്രാക്ടറുകളുമായിട്ടാണ് കർഷകർ ശംഭു അതിർത്തിയിലേക്ക് എത്തുന്നത്. അല്പസമയത്തിന് തന്നെ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള ചർച്ച ചണ്ഡീഗഡിലെ പഞ്ചാബ് ഹൗസിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഏതെങ്കിലും തരത്തിൽ ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ വീണ്ടും ശംഭു അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹരിയാനയിലും കൂടുതൽ കർഷകർ പലയിടങ്ങളിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ സംഘടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ശംഭു അതിർത്തിയിൽ ഇന്ന് സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് പോകുന്നു. ഇന്നലെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസും അതോടൊപ്പം തന്നെ കർഷകരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചത് വലിയ സംഘർഷങ്ങൾക്കാണ് ഇടവരുത്തിയത്. എന്തായാലും ഹരിയാന ഭാഗത്തെ കാഴ്ചകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോലീസും കേന്ദ്രസേനയും നിലയുറപ്പിച്ചുകൊണ്ട് കർഷകരുടെ സമരത്തെ തടയുക എന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത്. പാലത്തിന് മുകളിൽ പോലീസ് ഇപ്പോൾ നിലയുറപ്പിച്ചു. ദേശീയപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. കോൺക്രീറ്റ് ബാരിക്കേഡ് തീർത്തും മുള്ളുവേലി സ്ഥാപിച്ചും അതോടൊപ്പം തന്നെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേന്ദ്രസേനയും പോലീസും സ്വീകരിച്ചു വരുന്നു. കൂടാതെ വിവിധ ഗ്രാമീണ റോഡുകളിലടക്കം പോലീസ് എല്ലാം തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് കർഷകരെ ഒരു വിധത്തിൽ പോലും ഹരിയാനയിലേക്ക് വിടില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. സമാനം തന്നെയാണ് കുരുക്ഷേത്രയിലും പാനിപ്പത്തിലെയും സാഹചര്യം. കൂടാതെ സിംഗു, ഗാസിപ്പൂർ അടക്കമുള്ള അതിർത്തികളിലും ഇതേ സാഹചര്യം തന്നെയുണ്ട്. എന്തായാലും തങ്ങൾ ന്യായമായ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ നേരിടാനാണ് പോലീസിന്റെ ഭാഗത്തും ഇത്രയേറെ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയതെന്ന ഒരു വിമർശനമാണ് കർഷകർ ഉന്നയിക്കുന്നത്. ഒരു തരത്തിൽ പോലും ചർച്ച പരാജയപ്പെട്ടാൽ ഒരു തരത്തിൽ പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചു തന്നെയാണ് കർഷകരുടെ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന ആവശ്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. ബൽറാം, ഈ വിളകളുടെ താങ്ങുവിലയിൽ ഒരു നിയമനിർമ്മാണം വേണം എന്നതാണല്ലോ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ കർഷക സംഘടനകൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ? ഗോപികൃഷ്ണൻ, ഈ വിളകളുടെ താങ്ങുവില നേരത്തെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തത് അനുസരിച്ച് നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണ് കർഷകരുടെ 9 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്. ഈ ആവശ്യം എന്നാൽ ഇതുവരെയും ഒരു ധാരണയിലെത്താൻ ആദ്യ 2 ഘട്ട ചർച്ചകളിലും കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഇത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന് പ്രതിസന്ധിയാകുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ പ്രധാനമായും പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ 3 കേന്ദ്രമന്ത്രിമാർ നിത്യാനന്ദ റായ്, പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട എന്നിവരാണ് പങ്കെടുത്തിരുന്നത്. അതിൽ MSPക്കായി ഒരു സമിതി രൂപീകരിക്കാം എന്നും കർഷകരുടെ അഭിപ്രായം ആ സമിതിയെ അറിയിക്കണമെന്നും അത് പിന്നീട് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ളതുമാണ്. നിയമനിർമ്മാണം ഉൾപ്പെടെ അടുത്ത ഘട്ടത്തിലേക്ക് നടത്താം എന്നുള്ളതായിരുന്നു അറിയിച്ചത്. എന്നാൽ നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും യാതൊരു നീക്കവും ഉണ്ടായില്ല. അതുകൊണ്ട് അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കർഷക സംഘടനകൾ നിലപാടെടുത്തത്. ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് അർജുൻ മുണ്ടയും പീയൂഷ് ഗോയലുമാണ്. ഈ 2 കേന്ദ്രമന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ പഞ്ചാബ് ഭവനിൽ, ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ ചർച്ചയ്ക്കായി എത്തും. അർജുൻ മുണ്ട മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ആശങ്ക പ്രകടിപ്പിക്കുകയും ഒപ്പം തന്നെ എല്ലാ ഈ വിപണി നിയന്ത്രിക്കുന്ന മറ്റ് വ്യാപാര സംഘടനകൾ അടക്കമുള്ളവരുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഒരു നിയമനിർമ്മാണത്തിന് മുമ്പ് എന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നിയമനിർമ്മാണം സാധ്യമല്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന് ഈ ഘട്ടത്തിലും ഈ വിഷയത്തിലുള്ളത്. കാരണം ഈ
വിളകൾക്ക് ഉൽപാദന ചെലവിന്റെ 50% മുകളിൽ വരുന്ന നിലയിൽ താങ്ങുവില ഉറപ്പാക്കുക എന്നുള്ളത് വലിയ വിലവർധനയ്ക്ക് ഇടയാക്കും, വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നും വിപണിയിൽ വലിയ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും എന്നുമുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിന് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കൂടിയാലോചനകളിൽ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പരമാവധി കർഷകരെ സമവായത്തിൽ എത്തിക്കാനുള്ള നീക്കമാവും ഇന്നത്തെ ചർച്ചയിലും നടക്കുക. എന്നാൽ അതിൽ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. ശരി, പ്രശ്നത്തിന് സമവായത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്നത്തെ ചർച്ചയിലൂടെ നടത്തുക എന്ന് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ വിളകളുടെ താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന അടിസ്ഥാന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന സമീപനമായിരിക്കും കർഷക സംഘടനകൾ ഈ ചർച്ചയിലും സ്വീകരിക്കുക എന്നും ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും ആണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകിയത്. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖനയെ പിടികൂടാനുള്ള ദൗത്യം 5ാം ദിവസവും തുടരുകയാണ്. കാട്ടിക്കുളം മാനിവയൽ പ്രദേശത്തെ വനത്തിലാണ് നിലവിൽ ഇപ്പോൾ ആനയുള്ളത്. വനത്തോട് ചേർന്ന ജനവാസ മേഖലയാണിത്. ഇന്ന് പുലർച്ചെ മുതൽ ദൗത്യസംഘം ആനയ്ക്ക് പിന്നാലെയുണ്ട്. ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടക വനവകുപ്പ് സംഘം വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. ബേലൂർ മഖനയോടൊപ്പം മോഴയാനയുള്ളത് ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ആന കാട്ടിലേക്ക് നീങ്ങുന്നതും ദൗത്യം ദുഷ്കരമാക്കുന്നു. അതേസമയം വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മിഷൻ ബേലൂർ മഖന സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സുർജിത്ത് അയ്യപ്പത്തും ഇന്നത്തെ യോഗത്തിലുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ MG പ്രതീഷും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സുർജിത്ത്, ഈ ബേലൂർ മഖനയെ പിടികൂടുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സമായി മനസ്സിലാക്കാൻ കഴിയുന്നത് മുൾക്കാടുകൾക്കുള്ളിലേക്ക് ബേലൂർ മഖന കടക്കുന്നു എന്നതും മോഴയാന ഈ ബേലൂർ മഖനയെ ഉന്നം വെക്കുമ്പോൾ ഈ വനംവകുപ്പ് സംഘത്തെ ആക്രമിക്കാൻ എത്തുന്നു എന്നുള്ളതുമാണ്. അതേ സ്ഥിതിവിശേഷം തന്നെയാണോ ഈ 5ാം ദിവസവും ദൗത്യം നേരിടുന്നത്? ഗോപി, വിടാതെ പിന്തുടരുകയാണ് ഈ മോഴയാന ബേലൂർ മഖനയെ. കാരണം ഇതിനൊപ്പം തന്നെ ഈ ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വനം വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം തോൽപ്പെട്ടി റോഡാണ്. അതായത് കുട്ടയിലേക്കും മറ്റും എല്ലാം തന്നെ കുടകിലേക്കെല്ലാം പോകുന്ന റോഡ്. ഇല്ല, ഒരു തളർച്ചയുമില്ലാതെ അവർക്ക് പ്രയാസമുണ്ടെങ്കിലും വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. ഡോക്ടർമാരുടെ സേവനം കുറേ കൂടി ശക്തിപ്പെടുത്താൻ ആലോചിച്ചിട്ടുണ്ട്. അതിന് വെറ്റിനറി ഡോക്ടർമാരുടെ കൂടുതൽ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺ സക്കറിയെ പോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കിട്ടിയാൽ തരക്കേടില്ല എന്നുള്ള ആഗ്രഹം പ്രകടനം നടത്തിയിട്ടുണ്ട്. അത് മൃഗസംരക്ഷണ വകുപ്പുമായി ആലോചിച്ച് അതിനൊരു പരിഹാരം കാണാനാണ് ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്രവുമായി ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കുക? കേന്ദ്രത്തെ നമ്മൾ കഴിഞ്ഞ 7-ാം തീയതി സമീപിച്ചു. അന്ന് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. അതിന് വലിയ അനുകൂല പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരള നിയമസഭ ഇന്നലെ പ്രമേയം പാസ്സാക്കിയത്. നമുക്ക് ആ ശ്രമം നിർത്തിവെക്കാനാവില്ല. കേന്ദ്രം ആര് ഭരിക്കുന്നു, എപ്പോൾ ഭരിക്കുന്നു എന്നുള്ളതല്ല. കേന്ദ്രം നൽകേണ്ട കാര്യങ്ങൾക്ക് അനുവാദം നൽകാൻ കേന്ദ്രത്തെ തന്നെ സമീപിക്കുക എന്നതാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നത്. അത് അങ്ങനത്തെ ആ നിയമം അങ്ങനെ പറ്റുള്ളൂ. ആ ശ്രമം തുടരും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം തുടരുക എന്നതാണല്ലോ ജനകീയ ഗവൺമെൻറ്റുകളുടെ ഒരു ബാധ്യത, ചുമതല. ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കും. ശരി, പ്രതീക്ഷ വരാം. വനമന്ത്രി ഇപ്പോൾ AK ശശീന്ദ്രൻ 24നോട് പ്രതികരിക്കുകയായിരുന്നു. നമുക്ക് സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകാം. സുർജിത്ത്, പറയൂ. ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് കാട്ടിക്കുളത്ത് നിന്ന് കുട്ടയിലേക്ക് പോകുന്ന പാതയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇരുമ്പുപാലം എന്നുള്ള പ്രദേശമാണ്. ഇതിൻ്റെ ചുറ്റും വനമായിട്ടുള്ള മേഖലയാണ്, വനപാതയാണ്. ഇതിന് സമാന്തരമായി പനവല്ലിയിലേക്ക് പോകുന്ന ഒരു പാത കൂടിയുണ്ട് കാട്ടിക്കുളത്ത് നിന്ന്. ഈ 2 റോഡുകളും കാട്ടിക്കുളത്തേക്ക് പോകുന്നതാണ്. ഈ പനവല്ലിക്കും ആ റോഡിനും ഈ റോഡിനും ഇടയിൽ വനമാണ്. ആ വനത്തിനകത്താണ് ഈ ആന ഓടി ഓടി മാറിക്കളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ബേലൂർ മഖനയ്ക്കൊപ്പം വിടാതെ പിന്തുടരുന്നുണ്ട് ആ മോഴയാന കൂടി. ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രം ഈ നേരത്തെ ഉള്ള പ്രതിസന്ധി തന്നെ ഈ മേഖലയിൽ നേരിടുന്നുണ്ട്. കാരണം ഇടതൂർന്ന വനമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺ പറത്തിയാൽ പോലും ഈ ആനയുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല. ഇതിൻ്റെ സാറ്റലൈറ്റ് സിഗ്നൽ അനുസരിച്ച്, അതായത് റേഡിയോ കോളാറിലെ വിവരങ്ങൾ അനുസരിച്ചുള്ള അന്വേഷണമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഏതാണ്ട് 100 മീറ്റർ വരെ ആനയുടെ അടുത്തേക്ക് എത്തുന്നു. പക്ഷേ ആന അവിടെ നിന്നും മാറുന്നു. അതാണ് സ്ഥിതി. തഞ്ചത്തിൽ കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് തന്നെയാണ് മയക്കുവെടിക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 25 അംഗ സംഘമാണ് എത്തിയത്. ഇനി അവർ കൂടി തെരച്ചിലിന്റെ ഭാഗമാകും. നിലവിൽ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ വനത്തിൽ നടക്കുന്നത്. ഈ 3 സംഘത്തിലും കർണാടക വനംവകുപ്പുകാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി
ഉൾപ്പെടുന്ന 3 സംഘമായി തിരിഞ്ഞാണ് ഇപ്പോൾ ബേലൂർ മഖനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. മോഴയാന വിടാതെ പിന്തുടരുന്നു എന്നത് ഈ ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. MG പ്രതീഷ് നമ്മളോടൊപ്പം ചേരുന്നു. പ്രതീഷ്, എന്താണ് വനം മന്ത്രി നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്? ഇപ്പോൾ ഈ വയനാട്ടിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലുണ്ടായ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയോ? ഗോപികൃഷ്ണൻ, പ്രധാനമായും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെയും വനം മന്ത്രിയുടെയും അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് ചേർന്നത്. ഈ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായും ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CCF റാങ്കിൽ കുറയാത്ത സ്പെഷ്യൽ ഓഫീസറെ ആയിരിക്കും നിയമിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട മറ്റൊരു പോരായ്മയായി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടികൾ എടുക്കുന്നതിൽ ചില താമസങ്ങൾ വരുന്നു, മയക്കുപിടി വയ്ക്കുന്നതിലടക്കം കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള പരാതി ധരിപ്പിച്ചിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി CCFന് കൂടുതൽ അധികാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തെ സമീപിക്കുമെന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത്. നേരത്തെ വനം മന്ത്രി 24-നോടൊപ്പം സംസാരിക്കുമ്പോൾ അദ്ദേഹവും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കും. ഒപ്പം പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും സഹകരണത്തോടെയുള്ള വിവിധ പദ്ധതികൾ, വിവിധ പരിപാടികൾ, പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ നടത്തുമെന്നതാണ്. ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇതിലെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരണവും വന്നിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്തും അതോടൊപ്പം തന്നെ MG പ്രതീഷുമാണ് വിവരങ്ങൾ നൽകിയത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. തുടർച്ചയായ 3-ാം ദിവസവും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 228 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,900 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നേട്ടത്തിന് നേതൃത്വം നൽകി DIFT, PSU ബാങ്ക് സൂചികകൾ. ചെങ്കടൽ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതിയിൽ വർധന. കയറ്റുമതി 3% ഉയർന്ന $38 ബില്യൺ ഷിപ്പിംഗ് ചെലവ് 3 ഇരട്ടി വർദ്ധിച്ചെങ്കിലും കയറ്റുമതി വളർച്ച നിരക്ക് നല്ല രീതിയിൽ കൈവരിക്കാനായെന്ന് വാണിജ്യ സെക്രട്ടറി സുനിത് കുമാർ ബർത്വാൾ. 2028 ഇന്ത്യൻ ഭക്ഷ്യസേവന വിപണി $100 ബില്യൺ മറികടക്കുമെന്ന് റിപ്പോർട്ട്. 2020 മുതൽ 2023 വരെ മേഖല 11% സ്ഥിര വളർച്ച നേടി. ഭക്ഷ്യവിപണി കേന്ദ്രീകരിച്ച് കൂടുതൽ ബ്രാൻഡുകൾ എത്തുന്നതായും റിപ്പോർട്ട്. സെല്ലിംഗ് ഷെയർ ഹോൾഡർമാരെ വില നിർണ്ണയ പ്രക്രിയയിൽ നിന്ന് നീക്കം ചെയ്യാൻ IPO ബൗണ്ട് കമ്പനികളോട് നിർദ്ദേശിച്ചു സെബി. നടപടി IPO വില നിർണ്ണയത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി. തീരുമാനത്തോട് സമ്മിശ്ര പ്രതികരണങ്ങളുമായി കമ്പനികൾ. മാന്ദ്യത്തിലേക്ക് വഴുതി വീണ് ജപ്പാൻ. ലോകത്തിലെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന പദവി ജപ്പാന് നഷ്ടമായി. തിരിച്ചടിയായത് ദുർബലമായ ആഭ്യന്തര ഡിമാൻഡ്. സാങ്കേതിക മാന്ദ്യത്തിലേക്ക് വഴുതി വീണ് ബ്രിട്ടനും. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായ 3-ാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി വലിയ ആത്മവിശ്വാസത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. PSU ബാങ്ക് ഓഹരികളിലെയും അതുപോലെ തന്നെ ഓട്ടോ, മെറ്റൽ എന്നീ ഓഹരികളുടെയൊക്കെ പ്രകടനം വിപണിയെ നേട്ടത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യ സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 70 പോയിന്റ് നേട്ടത്തിൽ 21,910 എന്ന പോയിന്റിലാണ് നിഫ്റ്റി 50-യിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു ഗ്രീൻ സിഗ്നലിൽ, ഒരു പോസിറ്റീവിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പബ്ലിക് സെക്ടർ ബാങ്കിംഗ് ഓഹരികളാണ്. വലിയ രീതിയിലുള്ള ഒരു വാങ്ങൽ ഈ മേഖലയിൽ നിന്ന് തന്നെയുണ്ടായി. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 310 പോയിന്റ് ഉണർവിൽ 46,218 എന്ന പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ആയാലും ഒരു ഉറച്ച പിന്തുണ തന്നെയാണ് വിപണിക്ക് നൽകിയത്. 90 പോയിന്റ് ഉണർവിൽ 20,416 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും അവിടെയും വളരെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 227 പോയിന്റ് നേട്ടത്തിൽ 72,050 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഓട്ടോ, മെറ്റൽ ഓഹരികളുടെയൊക്കെ തന്നെ വലിയൊരു പിന്തുണ ഇന്ന് മാർക്കറ്റിനുണ്ടായിട്ടുണ്ട്. ഇനി DBFSന്റെ ഒരു അതിഥി നമ്മളോടൊപ്പം മാർക്കറ്റ് വ്യൂവിൽ എത്തുകയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ശ്രീ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വലിയൊരു ആത്മവിശ്വാസത്തിലാണ്
ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം മാർക്കറ്റിന്റെ ഒരു ആത്മവിശ്വാസത്തിന് പിന്തുണയേകിയത്? ഒപ്പം നാളെ ഒരു റെക്കോർഡ് ഭേദിക്കാൻ സാധ്യതയുണ്ടോ വിപണി? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് മാർക്കറ്റ് കാലത്ത് ഓപ്പൺ ചെയ്തപ്പം ചെറിയൊരു പോസിറ്റീവ് ആയിരുന്നെങ്കിലും അതിനുശേഷം ചെറിയൊരു സെല്ലിങ് ഇൻട്രാഡേയിൽ വന്നു. 21,794 വരെ നിഫ്റ്റി താണായിരുന്നു. എന്നാൽ അതിനുശേഷം നിഫ്റ്റി മുന്നോട്ട് കയറുന്നതായിട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടൊരു പെട്ടെന്നൊരു കയറ്റമെല്ലാം ഉണ്ടായി. എന്തായാലും 21,950 എന്ന് പറയുന്ന ലെവലിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല റെസിസ്റ്റൻസ് ആണ്. ഇന്ന് ആ റെസിസ്റ്റൻസ് വരെ എത്തിയിട്ട് പിന്നീട് പതുക്കെ കുറച്ച് താഴ്ന്ന് 21,910 ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും 70 പോയിന്റ് മുകളിലാണ്. തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്ലോസിംഗിലേക്ക് വന്നെങ്കിൽ പോലും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അതിനെ മറികടന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ മാർക്കറ്റിന്റെ വിശകലനം ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡാണെന്ന് മനസ്സിലാക്കാം. നാളെ 950 ലെവല് 21,950 ലെവല് കട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 21,125 എന്ന് പറഞ്ഞ അടുത്തൊരു റെസിസ്റ്റൻസിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. 21,175 ലെവല് ഓൾ ടൈം ഹൈ ആണ്. അത് കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ തീർച്ചയായും അടുത്തൊരു 300-400 പോയിന്റ് നിഫ്റ്റിയിൽ കയറുവാനുള്ള ഒരു സാധ്യതയാണ്. എന്നാൽ അത് കുറച്ച് വിഷമം പിടിച്ച കാര്യമാണ്. കാരണം 125 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചോളം ആക്ട് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ട്. എന്നാലും ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുമ്പോൾ 21,500 ലെവലൊക്കെ നല്ല സപ്പോർട്ടായിട്ടാണ് നിഫ്റ്റിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണപ്പെട്ടത്. അത് എന്തായാലും തീർച്ചയായും മാർക്കറ്റ് താഴോട്ട് വരുന്നാലും അത് നല്ല സപ്പോർട്ടായിട്ട് തന്നെ തുടർന്നും ആക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഇന്ന് മാർക്കറ്റിലെ പ്രധാനമായിട്ട് ബാങ്കിങ് സ്റ്റോക്സ് പോസിറ്റീവ് ആയിരുന്നു. പ്രധാനമായിട്ട് HDFC ബാങ്ക്, SBI, പഞ്ചാബ് PNB, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് തുടങ്ങിയ ഷെയർ എല്ലാം പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ കേരള ബേസ്ഡ് കമ്പനികളിൽ ആസ്റ്റർ മെഡിസിറ്റി, കല്യാൺ ജ്വല്ലറി തുടങ്ങിയ ഷെയറുകൾ 7% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇതെല്ലാം നമുക്ക് കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സിനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു ദൃഢമായ വളർച്ചാ വീക്ഷണത്താൽ നയിക്കപ്പെടുന്ന ഒരു സമീപകാല വിപണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗോള വിപണിക്കൊപ്പം ഇന്ത്യൻ വിപണിയും കരുത്ത് തെളിയിച്ച ദിവസമാണിത്. ഇനി വരും വാർത്തകൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതുമായി KR ഗോപികൃഷ്ണൻ തുടരും. വാർത്തയിലേക്ക് വീണ്ടും. സപ്ലൈകോ വില വർധനയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സബ്മിഷനായാണ് വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചത്. വില കൂട്ടുമ്പോൾ തീരുമാനം സഭയ്ക്ക് പുറത്തു പറയുന്നത് സഭയോടുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു. സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതമുണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാൻ ഇടയാകുകയും ചെയ്യും. കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സപ്ലൈകോയിലെ വില വർധന ജനങ്ങളെ കാര്യമായി ബാധിക്കില്ലെന്ന് മന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഞാൻ പുറത്ത് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളിലൊരു വാർത്ത കണ്ടപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ. അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വില വർധനവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തി. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഭരണപക്ഷവും സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ സഭയിൽ ബഹളമായി. ആദ്യം വില വർധനയിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. സാധാരണക്കാരെ സംബന്ധിച്ച് അത് ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അത് നമ്മൾ ആദ്യമായ സബ്സിഡി നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉള്ളതായിരുന്നു. സബ്സിഡി അതൊരു ഉപകാരത്തിൽപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് കൂടാണെന്ന് പറയുമ്പോൾ ഒരു വിഷമം. അതന്നെ ആൾക്കാർക്ക് ബാധിക്കുമല്ലോ. വില കൂടും, ജനങ്ങൾക്ക് ബാധിക്കും. 90% ജനങ്ങൾ ബാധിക്കും. വില കുറയണം. സപ്ലൈ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്
ഇപ്പോൾ 5 വർഷം വില കൂട്ടൂല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിൽ. ഷഫീദ്, ഈ സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച സംഭവം സഭയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത്? പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? ഓപ്പറേഷൻ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഒരു ജനകീയ വിഷയം തന്നെ സഭയിൽ ഉയർത്തണമെന്നുള്ള ഒരു വാശിയോടുകൂടിയാണ് സപ്ലൈകോ വിഷയം സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് സഭയിൽ നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കി. മാത്രവുമല്ല, സർക്കാർ തന്നെ മുൻപ് പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്കുള്ള എതിരാണ്, അല്ലെങ്കിൽ അതിന് വിരുദ്ധമാണ് ഈ വില വർധനവ്. സഭ നടക്കുമ്പോൾ സഭയിൽ ചർച്ച ചെയ്യാതെ സഭയ്ക്ക് പുറത്ത് ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് ഭൂഷണമല്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തൽ. അതിന് മറുപടി എന്നോണം മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത്, താൻ ഇവിടെയും ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല, ഒരു ഉത്തരവും പുറത്തിറക്കിയിട്ടുമില്ല. സപ്ലൈകോ പ്രതിസന്ധിയിലാണെന്നും സഹായിക്കണമെന്നും പ്രതിപക്ഷം തന്നെ സഭയിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. കാലോചിതമായി സബ്സിഡി പരിഷ്കരിക്കുന്നത് അത് ഗുണകരമായ മാറ്റമാകും എന്നുള്ള കാര്യം മറുപടിയായി മന്ത്രി ജി ആർ അനിൽ, ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ആവശ്യപ്പെട്ടതോടുകൂടി ഭരണപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. ഇതാണ് പിന്നീട് ഭരണ പ്രതിപക്ഷ പോരിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. തുടർന്ന് പ്ലക്കാർഡുകളുമായി ഭരണപക്ഷവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കും ഇത് ചെന്ന് എത്തിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ ഈ 1 മണിക്കൂറിൽ കണ്ടത്.